വെൽക്കം ബാക്ക് ടു വി വ്ളോഗ്സ്. അപ്പോൾ വി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് സ്കൂളിലേക്കുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് കേട്ടോ. ഓക്കെ, ഞങ്ങൾ ഇന്ന് സ്കൂൾ റീ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ പർച്ചേസിങ്ങും കാര്യങ്ങളും ഫിനിഷ് ചെയ്തിട്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു മെയ് മാസം ഫസ്റ്റ് ആയപ്പോൾ തന്നെ നമ്മളെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ലാഗ് വന്നു. ചെറിയ ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മൾ ബിസി ആയിപ്പോയി അല്ലേ. അപ്പോൾ ഞങ്ങൾ എല്ലാ സാധനങ്ങളും ഈ തവണ വാങ്ങിച്ചിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് എല്ലാ സ്കൂൾ സ്റ്റേഷനറീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ളി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾക്ക് ഒരുപാട് ലാഗ് അടിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുൻപായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു വീഡിയോ എത്ര പേരിലേക്ക് എത്തും എന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു ചാനൽ നമ്മൾ ഓൾമോസ്റ്റ് കണ്ടൻസ് ഒക്കെ ഇട്ട് തുടങ്ങിയിട്ട് ഒരു 3 years ഒക്കെ ആവാറായി. പക്ഷേ ഇതുവരെ നമുക്കൊരു കാര്യമായിട്ടുള്ള ഒരു അച്ചീവ്മെൻറ്റ്സും എത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. മെയിൻ പ്രോബ്ലം വന്നിട്ട് നമ്മൾ വീഡിയോസിൻ്റെ ചില സമയത്തിടുന്ന കൗണ്ട്സ് വളരെ കുറവായിരുന്നു. നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതേ കുറവായിരുന്നു. ജോലിക്ക് പോകാതിരുന്ന സമയത്ത് ചാനൽ ഓപ്പൺ ആയിട്ടുണ്ട്, മീൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ജോലിക്ക് പോകുന്ന സമയമൊക്കെ ആയപ്പോൾ നല്ല രീതിക്ക് നമ്മൾ വീഡിയോസ് ഇടാതെ ആയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കാരണം ഇപ്പോൾ നമ്മളുടെ ചാനലിൻ്റെ റീച്ച് താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്ര പേരിലേക്ക് ഈ വീഡിയോ എത്തുമെന്നറിയില്ല. ഈ വീഡിയോ എത്തുന്നവർ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ ഈ ഒരു കോണ്ടൻറ്റ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ, അതേപോലെ നമ്മുടെ ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്താണെങ്കിലും നമ്മളുടെ ചാനൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇനി മുന്നോട്ടുള്ള ജേണിയിൽ നമ്മളുടെ കൂടെ കൂടാ. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു കണ്ടൻറ്റിൻ്റെ റിലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാണ്. ഇന്ന് നമ്മൾ ഫ്ലിപ്കാർട്ട് ഹോളുമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് സ്റ്റേഷനറീസ് ഫുള്ള് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് മെയിൻ ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് അഫോർഡബിളായിട്ട്, ഭയങ്കര അഫോർഡബിളായിട്ടാണ് എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഓൾമോസ്റ്റ് ആൾക്ക് ഇപ്പം ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കാണ്. അപ്പോൾ ഇനി പെൻഡിങ്ങിൽ ഇപ്പോൾ ഉള്ളത് റെയിൻകോട്ട്, പെൻസില്, പിന്നെ അതേപോലെ തന്നെ ബുക്സ് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റാപ്പറും കൂടെ വേണം. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്കിനി വാങ്ങിക്കാനുള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല. ബാഗ്, ലഞ്ച് ബോക്സ്, അതേപോലെ തന്നെ ക്യാരി ചെയ്യാനുള്ള ടിഫിൻ ബാഗ്, അതേപോലെ വാട്ടർ ബോട്ടിൽ, പെൻസിൽ ബോക്സ് അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അത് നമ്മൾ എല്ലാതും 1500 രൂപയ്ക്കുള്ളിലാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. എല്ലാം കൂടെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് 1500 ആ ഒരു റേറ്റിലാണ് കേട്ടോ. അതും നമ്മൾക്ക് പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് ആണ് എല്ലാം വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സ്കൂൾ തുറക്കാൻ വേണ്ടിയിട്ട് ഇനിയും നിങ്ങൾ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് 21st മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ 22nd ഈ ഒരു വീഡിയോ ഔട്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 7 days ഒക്കെയാണ് ഡെലിവറി ഡേയ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ തുറക്കുന്നതിനിടയ്ക്ക് എത്തും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ലേറ്റായി പോയി എന്നറിയാം, പക്ഷെ എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാം അടിപൊളി ഐറ്റംസാണ്. ഇത് തന്നെയെന്നല്ല, ഇനി നെക്സ്റ്റ് ഇയർ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്തായാലും ഓൺലൈനിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ഉണ്ട്. നമ്മൾ കൂടുതലായിട്ട് വാങ്ങിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനെ പറ്റിയിട്ട് ഓരോ സാധനങ്ങളെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള തിടുക്കത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞ് ലാഗ് അടിപ്പിച്ച ആൾക്ക് ദേഷ്യം വരും. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാണ്. സോ നമ്മളുടെ ഫസ്റ്റ് വൺ വന്നിട്ട് കിറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം. ഇത് ഓഫീസ് ആൻഡ് സ്കൂൾ പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഈ ഒരു കിറ്റ് വന്നിട്ടത്. ഉള്ളിൽ ഇങ്ങനെ ഒരു പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾക്ക് ഈ ടവൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് വെക്കാം. ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിലൊക്കെ കാര്യങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ടൊരു വലിയ കമ്പാർട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. നല്ല ഹാൻഡിൽസ് ഒക്കെയാണ് കേട്ടോ. നല്ല മീൻസ് ക്വാളിറ്റി ഉള്ള നല്ല സ്റ്റിച്ചിങ്ങിലാണ്, ടൈറ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങിലാക്കുന്നിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. കഴിഞ്ഞ വർഷവും ഞാനൊരു കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ത്രൂ ഔട്ട് അത് ഓൺലൈൻ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ വീഡിയോ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട്. ആ ഒരു കിറ്റ് വന്നിട്ട് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് ഒറ്റ
ഒരു ഡ്രോബാക്ക് എനിക്ക് തോന്നി, അധികം ഹൈറ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഒരു ബ്ലൂ ലൈൻ ആ ഒരു അത്രയും ഹൈറ്റ് ഉണ്ടായിരുന്നല്ലോ അല്ലേ. അതുകൊണ്ട് നമ്മൾ വാട്ടർ ബോട്ടിൽ ബാഗിലാണ് വെക്കാറുണ്ടായിരുന്നത്. ആളുടെ വാട്ടർ ബോട്ടിൽ 1 ലിറ്ററോ 750 ml അങ്ങനെ ആയിരുന്നു. അപ്പോൾ അത് കുറച്ച് ഹൈറ്റ് ഉള്ളത് കാരണം നമുക്ക് വാട്ടർ ബോട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ വർഷം ഞാൻ ആ ഒരു ഡ്രോബാക്കും കൂടെ എന്താ പറയുക, ആ ഒരു പ്രശ്നം കൂടെ വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ലെങ്തി ആയിട്ടുള്ള കിറ്റാണ്. ഇതിനകത്തൊരു 750 ml വാട്ടർ ബോട്ടിലാണ് നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത്. അത് സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 ലിറ്ററും എന്തായാലും ചേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ വെച്ച് ഞാൻ നോക്കിയിട്ടില്ല, അതെനിക്കറിയില്ല. 750 ml വാട്ടർ ബോട്ടിൽ എന്തായാലും ഇതിനകത്ത് നീളുള്ള വാട്ടർ ബോട്ടിൽ തന്നെയാണ് പോകുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല മെറ്റീരിയലാണ്. കുറച്ച് വാട്ടർ പ്രൂഫ് ആണോ എന്നറിയത്തില്ല, വാട്ടർ പ്രൂഫ് ആവാൻ ചാൻസ് ഇല്ല, പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. നല്ല പിന്നെ അധികം എന്താ പറയുക തിക്കായിട്ടോ അങ്ങനെയൊന്നുമല്ല. 2 സിബ് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലേ ഭാവിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ആനിമേഷൻ മീൻസ് ആനിമൽ പ്രിൻറ്റഡോ അങ്ങനെ കാർട്ടൂൺ പ്രിൻറ്റഡോ കാര്യങ്ങളൊന്നും അല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന രീതിക്ക് നോക്കിയെടുത്തിട്ടുള്ളതാണ്. അടിപൊളിയാണ് കേട്ടോ. എനിക്ക് നല്ല വർത്തായിട്ടും അതേപോലെ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. 227 റുപ്പീസാണ് ഞാനിത് വാങ്ങിക്കുമ്പോൾ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു റേറ്റിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വർത്താണ്, ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും വാങ്ങിച്ചു നോക്കൂ, ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ സ്കൂൾ പേർപ്പസിനല്ല ഓഫീസ് പേർപ്പസിനാണെന്നുണ്ടെങ്കിലും വാങ്ങിച്ചോളൂ, അടിപൊളിയാണ് കേട്ടോ. സോ നമ്മൾ നെക്സ്റ്റ് വൺ വന്നിട്ട് ബാഗാണ് കേട്ടോ. നല്ല യൂസ്ഫുൾ ബാഗാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. എന്താണ് കിറ്റിൻ്റെ ഒക്കെ പ്രിൻ്റ് ഉള്ളതാണ്. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. അത് സത്യമാണ്. പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക് കുറച്ച് ആനിമൽസിന് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഗിയോൻ്റെ ബാഗാണ്. ഇവിടെ ഇങ്ങനെ കുറച്ചൊരു സ്റ്റിക്കർ കൈൻഡ് ഓഫ് റബ്ബർ മെറ്റീരിയൽ വന്നിട്ടൊരു ഒരു സംഭവമൊക്കെ ഉണ്ട്. വാട്ടർ ബോട്ടിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞറയുണ്ട്. എത്ര അറയുണ്ട് ഇതിന്? 3 വന്നിട്ടുള്ളത്. ഒരു മെയിൻ കമ്പാർട്ട്മെൻ്റ് ആണ്. 2 സിബും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സിബൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ വന്നിട്ട് ഒരു മീഡിയം സൈസിൽ വന്നിട്ട് പിന്നെ ഒരു ചെറുതും കൂടെ, അങ്ങനെ 3 കമ്പാർട്ട്മെൻറ്റാണ്. ഇത് 19 ലിറ്റേഴ്സിലാണ് വന്നിട്ടുള്ളത്. ബാക്കിലൊക്കെ നല്ല ഇതിൽ മെയിനായിട്ട് ഞാൻ ചൂസ് ചെയ്യാൻ കാരണം ഈ ഒരു പോർഷനാണ് മോൾക്ക് എപ്പോഴും അഴുക്കായിട്ട് മാറുന്നത്. അപ്പോൾ ഞങ്ങളൊരു വർഷത്തിൽ 2 ബാഗ് മിനിമം ഞങ്ങൾ വാങ്ങിക്കാറുണ്ട്. അത് കഴിഞ്ഞ വർഷവും അതിന് മുൻപുള്ള വർഷവും അതേ 2 ബാഗ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം എനിക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെയാണ് കൂടുതലായിട്ട് ഈ ഓട്ടോയിലും ബസ്സിലൊക്കെ വെച്ചിട്ട്, സ്കൂൾ ബസ്സിലും ഓട്ടോയിലൊക്കെ വരുമല്ലോ, അപ്പം അവിടെ വെച്ചിട്ടുള്ള ചളിയാവുന്നയോ എന്താണെന്ന് എനിക്കറിയില്ല, ആളുടെ ബാഗ് ഇവിടെയാണ് കൂടുതലായിട്ട് അഴുക്കായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു പ്രശ്നം കൂടെ ഇപ്രാവശ്യം നികത്തി. ഇവിടെ എന്താ പറയുക ബ്ലാക്ക് കളറിലാണ്, അതുകൊണ്ട് പെട്ടെന്നൊന്നും അഴുക്കായാലും അറിയത്തില്ല. അതേപോലെ തന്നെ നല്ല മെറ്റീരിയലാണ്, നല്ല സ്റ്റാൻഡേർഡുള്ള മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. സോ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ബാഗ്. ഇതിൽ മെയിനായിട്ടുള്ള കാര്യം ഈ ഒരു ബാഗിന് വന്നിട്ട് 428 രൂപയാണ് ഞാൻ വാങ്ങിക്കുമ്പോഴുള്ള റേറ്റ്. ഈ ഒരു റേറ്റിന് വന്നിട്ട് ഭയങ്കര അഫോർഡബിളായിട്ട് എനിക്ക് തോന്നി. കാരണം ഇപ്പോൾ ഒരു നോർമൽ ഒരു ലോക്കൽ ബാഗ് നമ്മൾ ഫിസിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ പോലും 350 300 സംതിങ് ഒക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു 450 ബിലോ ആണ്, 428 ആണ് വാങ്ങിക്കുമ്പോൾ റേറ്റ്. ആ ഒരു റേറ്റിന് ഭയങ്കര വർത്താണ്. നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കോളൂ. ലിങ്കൊക്കെ ഞാൻ ആഡ് ചെയ്തേക്കാം. അടിപൊളി ആയതുകൊണ്ട് പറയാണ്, വാങ്ങിച്ചു നോക്കൂ കേട്ടോ. പറഞ്ഞു. അപ്പോൾ ഈ ബാഗ് നിങ്ങൾ എന്തായാലും വാങ്ങിച്ചോട്ടെ, എന്തായാലും വാങ്ങിച്ചോ. ഒന്നിലേക്കുള്ള കുട്ടികൾക്ക് മാത്രമായിട്ട് നമുക്കിത് കൊടുക്കാം കേട്ടോ. എന്തായാലും നല്ല യൂസ്ഫുള്ളാണ്. ആനിമൽസിൻ്റെ ചിത്രം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ പർപ്പിൾ കളർ ഞാനാണ് അമ്മേനോട് പറഞ്ഞത് വാങ്ങിക്കാൻ കേട്ടോ. എന്തായാലും സൂപ്പറാണ്, നിങ്ങൾ വാങ്ങിച്ചു നോക്കൂ കേട്ടോ. അപ്പോൾ അടുത്ത 19 ലിറ്റേഴ്സാണ് കേട്ടോ. ഒരുപാട് നമുക്ക് സാധനങ്ങൾ കൊള്ളത്തില്ല. മീൻസ് വലിയ പിള്ളേർക്ക് ഒരു 5th സ്റ്റാൻഡേർഡ് എബോവ് വരുന്ന പിള്ളേർക്ക് അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 4th സ്റ്റാൻഡേർഡ് വരെ ഓക്കെയാണ്. അതിന് വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി ആ ബാഗിനുണ്ട്. സോ നമ്മൾ നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു ക്യൂട്ട് തിങ് ആണ്. നമ്മുടെ ബോക്സ് ആണ് കേട്ടോ, പെൻസിൽ ബോക്സ് ആണ്. ആൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരുപാട് സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാണ് കേട്ടോ. 2-3 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട് കേട്ടോ. ഇത് കുറച്ചുകൂടി വലിയ പിള്ളേർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. ആൾക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടില്ല. പക്ഷേ കുറച്ചുകൂടി വലിയ പിള്ളേർക്കൊക്കെ അടിപൊളിയായിട്ട് മീൻസ് യൂസ്ഫുൾ ആയിരിക്കും. കാരണം കുറേ
എന്താ പറയുക കമ്പാർട്ട്മെൻറ്റ്സും കൂടെ വന്നിട്ടുണ്ട്. നമുക്കെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. ഇത് ഞാൻ ഒരുപാട് തവണ സ്ക്രോൾ ചെയ്തിട്ട് വാങ്ങിച്ചതാണ്. കാരണം എല്ലാ വർഷത്തൊന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം വേണമെന്നുണ്ടായിരുന്നു എനിക്കപ്പോൾ. ഒരുപാട് സ്ക്രോൾ ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം. ഒരുപാടുണ്ട് കേട്ടോ, പല വേരിയൻസ് ഓഫ് കളേഴ്സിലുണ്ട് ഇത്. പക്ഷേ എനിക്ക് ഇതാണ് കുറച്ചുകൂടി ക്യൂട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ പിങ്ക് ഷെയ്ഡൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പിങ്കിൻ്റെ ആളാണ്, അതുകൊണ്ട് ഞാൻ ഈ തവണ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ടൊരു പേർപ്പിൾ കൈൻഡ് ഓഫ് ഷെയ്ഡിലേക്ക് പിടിച്ചു. ഞാൻ ഇതിൽ ഒരു ചളിയാക്കില്ല, പർപ്പിൾ ലൈറ്റ് അല്ല, അപ്പോൾ ഇതിൽ ഒരു ചളിയാക്കാണ്ട്. ഇവിടെ ഫ്രണ്ട് കാണിക്കേ, ഫ്രണ്ട് കണ്ടോ ഗൈസ്, ഇവിടെ ഒരു ലവ് ഷേപ്പിൽ നമുക്ക് ചെറിയ സ്റ്റാർ ഇത് വരുന്നുണ്ട്. പിന്നെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി, നല്ല ക്യൂട്ടായിട്ട് തോന്നി. നമുക്ക് എപ്പോഴും ക്യൂട്ടായിട്ട് തോന്നില്ലേ വാവ? നല്ല മെയിൻ ആയിട്ടില്ലേ, നല്ല ക്വാളിറ്റി ഉള്ള സിബുകളാണ്. സിബിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഈ ഒരു സംഭവം എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നി കേട്ടോ. കുഞ്ഞു കുഞ്ഞു സബ് കമ്പാർട്ട്മെന്റ്സ്, പിന്നെ പെൻസിൽസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിന് ഈ ഒരു ക്വാളിറ്റിക്കുള്ള റേറ്റും കൂടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നി. ഈ ഒരു ഇതിന് റേറ്റ് വന്നിട്ട് എത്രയായിരുന്നു? 264 റുപ്പീസാണ് കേട്ടോ. ആ ഒരു റേറ്റിന് മീൻസ് ആ ഒരു ക്വാളിറ്റിക്കുള്ള റേറ്റ് അതിനുണ്ട്. എന്തായാലും അടിപൊളിയാണ്. പക്ഷേ ആ ഒരു റേറ്റ് ഉണ്ടെങ്കിലും സാധനം നല്ല ക്ലാസി ആയിട്ടുണ്ട്. അതുകൊണ്ട് അടിപൊളിയാണ്. നിങ്ങളുടെ പിള്ളേർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. ഓരോ എന്തായാലും ഇയാൾക്ക് ഞാനൊരു വർഷത്തിലൊരു 4, 5, 6 ബോക്സൊക്കെ എന്തായാലും വാങ്ങിക്കും ഇവിടെ. പക്ഷേ ഒന്നും കളയത്തില്ല, പുതിയത് വേണം. നമ്മളെന്തെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് പുതിയത് വേണം. പക്ഷെ പഴയതിനൊരു കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ടാവത്തില്ല. അപ്പം അങ്ങനെയുള്ള പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ, വാങ്ങിച്ചു കൊടുത്തോളൂ. അടിപൊളിയാണ്. ആ ഒരു എക്സ്ട്രാ പ്രൈസ് വർത്ത് ആയിട്ടുള്ള ഐറ്റാണ്. അപ്പോൾ തന്നെ പൊട്ടിക്കണ്ട. അപ്പം നമ്മളുടെ തേർഡ് വൺ വന്നിട്ട് ഇതാണ് കേട്ടോ. സോ നമ്മൾ നെക്സ്റ്റ് ഐറ്റത്തിലേക്ക് പോവാണ്. നെക്സ്റ്റ് ഐറ്റം ലഞ്ച് ബോക്സ് ആണ്. തുറന്നു നോക്കാട്ടോ, ഞാൻ വിളിക്കാം. ഇതാണ് നമ്മുടെ ലഞ്ച് ബോക്സ്. സൂപ്പറാണ് കേട്ടോ. നമ്മളെ എല്ലാം കൂടെ ഞാനൊരു കളർ തീമിൽ എടുക്കണം എന്ന് ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി എല്ലാം ഒരേ കളറായിട്ട് അതിൽ ഏത് ഇഷ്ടപ്പെടുന്നു നമുക്കറിയത്തില്ലല്ലോ. ഞാൻ ഈ തവണ വാങ്ങിച്ചിട്ടുള്ളത് പല കളറിലാക്കി മാറ്റി. എനിക്ക് തോന്നുന്നു പിള്ളേർക്ക് കുറച്ചുകൂടി ബെറ്റർ അതാണ് എന്നുള്ളത്. ഇതാണ് വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. റേറ്റ് വന്നിട്ട് 309 രൂപയാണ് കേട്ടോ. ഒരു സ്പൂണ്, പിന്നെ ഒരു മെയിൻ ബോക്സും പിന്നെ ഒരു കുഞ്ഞു ബോക്സും കൂടെ വരുന്നുണ്ട്. എയർ ടൈറ്റ് ഫിറ്റിങ്ങിലാണ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പക്ഷെ ഇതിന് എനിക്ക് ചെറിയൊരു ഡ്രോബാക്ക് തോന്നി. ഡ്രോബാക്ക് അല്ല, ഇതിന് ചെറിയൊരു ചതുക്കം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ കാര്യമായിട്ടൊന്നുമില്ല, ചെറിയ രീതിക്ക് മൈന്യൂട്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ റിട്ടേൺ അടിക്കാനൊന്നും പോയില്ല. സംഭവം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ ഒരു ചതുക്കത്തെ അങ്ങ് ഇതാക്കി സഹിച്ചു. കാരണം മൈന്യൂട്ടായിട്ടുള്ള ചെറിയൊരു ചതുക്കാണ്. പക്ഷെ അത് നമുക്ക് അറിയാനോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയൊരു സ്ക്രാച്ച് പോലെ ഇവിടെ കാണാൻ പറ്റില്ല, അത്രയും മൈന്യൂട്ടാണ്. ഇവിടെ ചെറുതായിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, പക്ഷെ അത് റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയും നല്ല ക്വാളിറ്റിയിലാണ്, നല്ല തിക്കായിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. സ്പൂണും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ, എയർ ടൈറ്റും കൂടെയാണ്. അപ്പം ഞാൻ പിന്നെ എന്തായാലും റിട്ടേൺ അടിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നി. ചെറിയൊരു ഡ്രോബാക്ക് അല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാണ് 309 രൂപയ്ക്ക് ഭയങ്കര വർത്താണ്. നമുക്ക് സ്കൂൾ ടിഫിൻ ബോക്സ് ആയിട്ടും ഓഫീസ് ടിഫിൻ ബോക്സ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം. പിള്ളേർക്ക് എന്നൊന്നുമില്ല, നമ്മൾക്ക് വലിയ ആളുകൾക്കും ഓഫീസ് പേർപ്പസിനൊക്കെ യൂസ് ചെയ്യാം. അടിപൊളിയാണ് കേട്ടോ. എനിക്ക് എന്തായാലും ഈ തവണ വാങ്ങിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസിലും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അത്യാവശ്യം നല്ലോണം നോക്കിയിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ലോ റേറ്റിലേക്ക് അധികം പോയിട്ടില്ല. ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന രീതിക്കുള്ള റിവ്യൂസും റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വൺ വന്നിട്ട് ഒരു വാട്ടർ ബോട്ടിലാണ്. 750 ml ആട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷവും നമ്മൾ ആ ഒരു ക്വാണ്ടിറ്റിയിൽ വരുന്ന തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. എന്താണ് പെക്സ്പോ എന്നുള്ള അങ്ങനെ തന്നെ പ്രൊനൗൺസ് ചെയ്യാമെന്ന് തോന്നുന്നു. ആ ഒരു ബ്രാൻഡിൻ്റെയാണ്. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിൽ. എനിക്ക് വാട്ടർ ബോട്ടിലാണ് ഇതിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി വാട്ടർ ബോട്ടിൽ വന്നപ്പോൾ. കാരണം നല്ല ക്വാളിറ്റിയാണ്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ക്വാളിറ്റിയുടെ ഓവർ മികവല്ല പറയുന്നത്. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു റേറ്റിൽ ഇത്ര ക്വാളിറ്റിയിൽ വരുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അതാണ്. ഇത് ലീക്ക് പ്രൂഫ് ആണ്. സ്ട്രോ ഉണ്ട്.
ആൾക്ക് ഇഷ്ടമുള്ളത് നോക്കി വാങ്ങിച്ചാണ് ഞാൻ. പിന്നെന്താ വന്നിട്ട് ഇതിനിങ്ങനെ ഒരു ഹാൻഡിലില്ലേ, ഈ ഹാൻഡിൽ ഇഷ്ടപ്പെട്ടതെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ ഇത് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എന്താ പറയുക ഒരു റബ്ബർ ബുഷ് പോലെ എന്തോ ഒരു സംഭവമുണ്ട്, ഗ്രിപ്പും കൂടെ കിട്ടും. ഈ ഒരു ബോട്ടിലൊക്കെ വെക്കുന്ന സമയത്ത് ഭയങ്കര സൗണ്ടാണല്ലോ, അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട്. 319 രൂപയ്ക്ക് എക്സ്ട്രാ വർത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ്. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് നോർമലി അറിയാം, കടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ 500 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിക്കുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു റേറ്റിന് നല്ല വർത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ ഈ വർഷത്തെ പേർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ. ഈ വർഷത്തത് കഴിഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യാം. ഈ ഒരു ടൈമിനല്ല, ഇനി മക്കൾക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അതെല്ലാം എന്തെങ്കിലും കേടാവുന്ന സമയത്തൊക്കെ ഈ ഒരു രീതിക്കും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. സോ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മളുടെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ.